3:30 ക്ലാസ്സൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴൊക്കെ ഞാൻ ഓടിയാണ് കേട്ടോ ബസ്സിൽ പോവുക. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി, ലൂയിനെ കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ട് ഓടി വരാം. അപ്പോൾ എന്തായാലും ഒരു 4:30 ഞാൻ വീട്ടിലെത്തും. ഞാൻ വന്ന പാടെ കാപ്പിയൊക്കെ തിളപ്പിച്ചു വിട്ടാൽ ലൂയി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ അവനെ ഉണർത്താൻ നിന്നില്ല, എണീക്കുമ്പോൾ എണീക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു കേട്ടോ. അധികം ഒന്നിനും സമയം കിട്ടാറില്ല, സത്യം പറഞ്ഞാൽ നല്ലോണം വർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മീനു പോയിട്ട് ചായക്കടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഉള്ളിവട നല്ല ഇഷ്ടമാണ്. ഒരു കുഞ്ഞായിരിക്കും എന്നാലും നല്ല രസമാണ് അത് കാണാൻ. ഇവിടെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ചേട്ടൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. തൊട്ടടുത്തൊരു കടയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നു കേട്ടോ. എനിക്കധികം ടി വി കാണുന്ന ശീലങ്ങളൊന്നുമില്ല കേട്ടോ. പണ്ടേ തൊട്ട് ഇത് ശീലിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വലിയൊരു താല്പര്യമല്ല. എന്നാലും ഞാൻ ഫോണിലൊക്കെ സിനിമ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ലൂയിക്കുട്ടൻ എഴുന്നേറ്റ് കേട്ടോ. ലൂയിക്കുട്ടൻ എഴുന്നേറ്റ് പാടെ പാട്ടൊക്കെ കാണാനിരിക്കുന്നുണ്ട്. അവന് ഈ ഒരു പാട്ടൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ വേറെ കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കണ്ണട ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അതുകൊണ്ട് അവിടെ വേസ്റ്റിൽ വെള്ളത്തിൽ കൊണ്ടിട്ടു. അവിടെ നിന്ന് എടുത്ത് ഉണക്കി വെച്ചതാണ് കേട്ടോ ആ കാണുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്നു. ബാക്കി ഞാൻ വർക്കിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ് കുറച്ച് PPT ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ യൂട്യൂബിൽ എത്തുമല്ലോ അവസാനം. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ കണ്ടു കേട്ടോ. ഇന്ന് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ പിന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി മന്തിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത്, കുറച്ച് കടയൊക്കെ സജസ്റ്റ് ചെയ്തു. ലാസ്റ്റ് അവിടെ തന്നെ പോയി കേട്ടോ. ഇത് നമ്മുടെ തൃപ്രയാർ വരുന്ന ഹംദി മന്തിയാണ് കേട്ടോ. നല്ല രസമാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെരി പെരിയാണ് വാങ്ങിയത്, അല്ലെങ്കിൽ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത് പറഞ്ഞിട്ട് വാങ്ങാറ്. അപ്പോൾ ലൂയിക്കുട്ടൻ ഈ മന്തിയൊക്കെ നല്ല കാര്യമാണ്, നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്തായാലും കുറച്ച് നാളായാലും അപ്പോൾ ഞാനിതൊക്കെ തിന്നാന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.